നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ്. കാപ്പുക്കാട് എക്സ്പ്ലോർ. മ്യൂസിക്കിന്റെ ആവശ്യമില്ല. നേരെ നടക്കുവോ? ഇതൊക്കെ കട്ടിയുള്ളതാ. ഇതാണ് മേഘാജി. നമ്മൾ ആദ്യം 2 ആനയും കുത്തിയിരിക്കുന്നു. ആണ്. നമ്മുടെ ആദ്യത്തെ 2 ആന പൊടിച്ച് 10 വയസ്സേ ഉള്ളൂ. ദാറ്റ്സ് അമ്മു 23 വയസ്സ്. ഗൈസ്, ഇതിനകത്ത് തടാകമുണ്ട്. തടാകം ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്. ഇതാട്ടോ ബോട്ടിങ്ങിന്റെ ബൗൾ ബോട്ട്, റോബോട്ട്, പെഡൽ ബോട്ട്. നമ്മളിപ്പോ ഉള്ളത് സോമൻ 84 വയസ്സുള്ള ആനയാ. സോമന് പിന്നെ ടൂറിസ്റ്റിന് നിൽക്കാൻ ക്വാർട്ടേഴ്സ് ഉണ്ട്. ക്യാമ്പിന് വരുന്ന കോട്ടേജ് എന്നാണ്. ഇത് ഒത്തിരി നടക്കാനുണ്ട്. ഒരാന അങ്ങ് ഒരാന ഇങ്ങനെ. പിന്നെ ഇവിടെ ക്യാൻറ്റീനിന്ന് ഫുഡ് കിട്ടും. 70 രൂപ മീൽസ്, 50 രൂപ മീന്, 24 രൂപ ഡബിൾ ഓംലെറ്റ്. കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ ഇത് ഒത്തിരി നടക്കാനുള്ളതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ചെറുതായിട്ടൊന്ന് മടുത്തു. ബട്ട് ഇറ്റ്സ് ഓക്കെ. കാണാലോ. 50 രൂപ ടിക്കറ്റിന്, 10 രൂപ 2 വീലർ പാർക്കിങ്ങിന്. നമ്മളിപ്പോൾ കാണുന്നത് 5 വയസ്സുള്ള ആനക്കുട്ടി. ഗൈസ്, നമ്മൾ അതുവഴി എൻട്രി ചെയ്ത് ഇങ്ങനെ കറങ്ങി ഇതുവഴി എക്സിറ്റ് ആയി. ഇനി നമ്മൾ അടുത്ത സ്പോട്ട് പോവാ. സോ ഗൈസ്, നമ്മൾ പോവാണ് ഇവിടുന്ന്. അദർശ് ഹായ് പറയൂ, ബായ് പറയൂ. എന്താണ് സംഭവം എന്താന്ന് വെച്ചാൽ കുറെ നേരമായി ബായ് പറഞ്ഞു തുടങ്ങിയിട്ട് എല്ലാരും ഇങ്ങനെ. ഗൈസ്, നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. സ്പോട്ട് ഏതാണ്? നോക്കാം ഇവിടെ എന്തൊക്കെയാ ഉള്ളത്. നമ്മളിപ്പോ കേറി വരുവാ. ഡാം കണ്ടു ഗൈസ്. നമ്മളപ്പം ഡാം ടോപ്പിലെത്തി. നമ്മളിപ്പോ ഇവിടെയുള്ള ടവറിന്റെ മുകളിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഡാമിന്റെ അത്യാവശ്യം ഫുൾ വ്യൂ കാണാൻ പറ്റും. ഗൈസ്, നമ്മളപ്പം ഡാമിന്റെ ഓരോ പോർഷൻസ് കവർ ചെയ്തു. ടവറിൽ കയറി ഇവിടെ ഒരു തൂക്കുപാലം പോലെ ഒരു സാധനം ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഡാമിൽ വെള്ളം കുറവാണ്. അതെ, വെള്ളം വളരെ കുറവാണ് ഗൈസ്. സോ നമ്മളിപ്പം മിക്കവാറും ഇവിടുന്ന് പുറത്ത് പോകും. ഇനി പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല.